ഈ 4 വർഷവും ഞങ്ങളെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാക്കുവാണെങ്കിൽ ഞങ്ങളോട് ഒന്നിച്ചു വന്ന് പ്രാർത്ഥിച്ചോളാം ഞങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. നോക്കുന്ന ഡോക്ടർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു എല്ലാം നോർമലിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. മിനിഞ്ഞാന്ന് ഞങ്ങളുടെ റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് 4 പേർക്കും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചൊരു കാര്യം, ഒരു ദിവസം അവിടെ മസ്റ്റായിട്ട് ഞങ്ങൾ വരുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും എപ്പോഴും അസുഖമായിരുന്നു. ഫസ്റ്റ് ക്ലാസ്സോടെ ഞാൻ ജയിക്കുകയും ചെയ്യും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി മാറ്റമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ദൈവകരുണയുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ഒരു തീർത്ഥാടന സ്ഥലമാണ്, പുണ്യ സ്ഥലമാണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ ദൈവകരുണ പ്രാപിക്കാൻ സ്ഥാപിതമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി. കോതമംഗലം രൂപതയുടെ കീഴിൽ 2006 മുതൽ ഈ തീർത്ഥാടന കേന്ദ്രം പ്രവർത്തിക്കുന്നു. ഇതൊരു വീടായിരുന്നു. മാതാവിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ഇവിടെ ഗ്രോട്ടോ പണിയുന്നത്. ഈ വീട്ടിലെ 8 വയസ്സുകാരി ചിപ്പിക്ക് 1999 മാതാവ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് പല അവസരത്തിലും മാതാവ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. 2003 മാതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ഈ ഗ്രോട്ടോ പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു. നമ്മളിന്ന് ചൊല്ലുന്ന കരുണക്കൊന്തയുടെയൊക്കെ ആരംഭം ഇവിടെ നിന്നാണ്. ഇവിടെ മാതാവിന്റെ കാൽച്ചൂട്ടിൽ നമുക്കൊരു കുളം കാണാം. മാതാവ് പ്രത്യക്ഷപ്പെട്ട് വ്യക്തമായ നിർദ്ദേശം നൽകിയ പ്രകാരമാണ് മാതാവിന്റെ കാൽച്ചൂട്ടിൽ ഇങ്ങനെ ഒരു കുളം നിർമ്മിച്ചതും അവിടെ വെള്ളം നിറയ്ക്കാൻ തുടങ്ങുകയും ചെയ്തത്. അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് ഇവിടെ നമ്മൾ ഒതുക്കുന്നത്. മാതാവിന്റെ കാൽച്ചൂട്ടിലെ ജലത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് പ്രകാശവും കൈവിരിച്ചു നിന്ന് അനുഗ്രഹിക്കുന്ന ഈശോയുടെ രൂപത്തിലെ കൈകളിൽ നിന്ന് രക്തവും പ്രവഹിക്കുന്നതായിട്ട് ചിപ്പിക്ക് മാതാവ് കാണിച്ചു കൊടുത്തിരുന്നു. ആളുകൾ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ഈ വിശുദ്ധ ജലം കുടിക്കുകയും ഒരുപാട് രോഗസൗഖ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് ദൈവകരുണയുടെ മാതാവ്, അതുപോലെ ദൈവകരുണ, ഈശോ എന്ന് പറയുന്ന ദൈവകരുണ തന്നെയാണ്. ഷ്രൈനിലെ പ്രധാനപ്പെട്ട ഭക്താനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് തിരി കത്തിച്ച് ദൈവകരുണയിലേക്ക് സമർപ്പിക്കൽ. ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഗ്രോട്ടോയിൽ തിരി കത്തിച്ച് സമർപ്പിക്കാൻ മാതാവ് ആവശ്യപ്പെടുകയുണ്ടായി. തിരി കത്തിച്ച് സമർപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെടുമെന്ന് മാതാവ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെയൊക്കെ മാതാവിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ദൈവകരുണയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഈ തിരി കത്തിക്കുന്ന വഴിയായിട്ട് നമ്മൾ ചെയ്യുക. ഇതൊരു നേർച്ചയല്ല, നിയോഗങ്ങളൊക്കെ സമർപ്പിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരി കത്തിക്കുമ്പോൾ അതിന്മേലെല്ലാം ദൈവത്തിന്റെ വലിയ സംരക്ഷണവും കരുണയും ലഭിക്കുന്നു എന്നൊരു ഉറപ്പാണ് തിരി കത്തിക്കുമ്പോഴുള്ളത്. ഇതെല്ലാം മാതാവ് ഇങ്ങനെ മെസ്സേജ് പറഞ്ഞതനുസരിച്ച് രൂപപ്പെട്ടതാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, എല്ലാ മാസവും ഒരു ശനിയാഴ്ച 1000 മണി ജപമാലയിൽ പ്രാർത്ഥിക്കും. ഏതാണ്ട് 6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ജപമാലയാണിത്. വിശുദ്ധ കുർബാന ആരംഭിച്ച് ഈ ജപമാല പൂർത്തീകരിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. എല്ലാ ദിവസവും ഇവിടെ കുമ്പസാരമുണ്ട്. ഒരുപാട് പേര് ഇവിടെ കുമ്പസാരിക്കാനായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ചേഞ്ച് വേണമെന്നുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്കിവിടെ രാത്രിക്കായാലും ഒരു 9:30 ഒക്കെ ഇവിടെ അടച്ചാലും നമുക്കൊരു പോകാനായിട്ട് നമ്മൾ തോന്നില്ല. നമ്മൾ പള്ളിക്കകത്ത് കയറുമ്പോൾ കാണും മാതാവിന്റെ കൈകളിലായിട്ട് കുറെ ജപമാല കിടക്കുന്നുണ്ട്. അത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. മാതാവിന്റെ കയ്യിലിട്ട കൊന്തകൾ ധരിക്കുന്നത് വഴി വളരെയധികം ദൈവിക സംരക്ഷണം ലഭിക്കുന്നതായിട്ടും ശാരീരികവും മാനസികവും പൈശാചികവുമായ പീഡകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതായിട്ടും ധാരാളം പേർ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകരുണ ലഭിക്കുന്നതിനായിട്ട് മാതാവ് വെളിപ്പെടുത്തിയ ഒരു മാർഗമാണിത്. അതിനുശേഷം ഞാൻ മുട്ടേ നടന്നു. ജപമാലയല്ലി മാതാവിന്റെ മുട്ടേ നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങൾ ദിവസവും മാതാവിന്റെ കാൽച്ചൂട്ടിലെ കുളത്തിന് ചുറ്റും മുട്ടിന്മേൽ ഇഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്താഭ്യാസം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ നേരെ ഇങ്ങോട്ടോടി. ഇവിടെ വരുമ്പോൾ ഇവിടെ 15 ഇവിടെ നൊവേന നടക്കുക. ആ നൊവേനയിലെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് 9 ദിവസത്തെ ദൈവകരുണയുടെ നൊവേന നടത്തപ്പെടുന്നത്. ഈ നൊവേന വഴി ചോദിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ആത്മാക്കൾക്ക് പ്രദാനം ചെയ്യും എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും 7 വിശുദ്ധ കുർബാനകളോടുകൂടി ദൈവകരുണയുടെ നൊവേന നടത്തപ്പെടുന്നുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ട് ആചരിക്കണമെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് ലോകം മുഴുവനും ദൈവകരുണയുടെ തിരുനാൾ കൊണ്ടാടുന്നുണ്ട്. ഈ തിരുനാളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. പൂർണ്ണ ദണ്ഡ വിമോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഈ തിരുനാളാണ് ഷ്രൈനിൽ ഏറ്റവും ഭക്തിപൂർവ്വം ആഘോഷിക്കപ്പെടുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.